എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ്. കോട്ടയിൽ വരുന്ന മെറ്റീരിയൽ നല്ല ഏത് കാലത്തും അതിന്റെ ആ ഭംഗി അങ്ങനെ തന്നെ നിലനിൽക്കുന്നതും ഏത് കാലത്തും ഫാഷൻ ഔട്ട് ആവാത്തതുമായ മെറ്റീരിയലാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. എന്ന കോമ്പിനേഷൻ ഗ്രീനും വയലറ്റും ആണ്. നല്ല ഭംഗിയുള്ള വയലറ്റ് കളറും നല്ല ഭംഗിയുള്ള ഗ്രീനും ആണ്. അപ്പൊ ഇതില് ഈ മെറ്റീരിയലില് നോക്ക്, ഈ ക്രോഷിയോന്റെ വർക്കാണ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നത് കണ്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ക്രോഷിയോ വർക്കും ഉണ്ട്. അതുപോലെ തന്നെ സ്മോൾ മിറേഴ്സും സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഒന്നുകിൽ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിരിക്കുന്ന തരത്തില് മുകളിൽ വയലറ്റും താഴേക്ക് വരുമ്പോ പച്ച കളറും അങ്ങനെയായിട്ട് തയ്ക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ തിരിച്ചു പിടിക്കാം. പച്ചയുടെ വശം മുകളിലേക്കും വയലറ്റ് താഴേക്കും. വയലറ്റ് താഴേക്ക് വെക്കാന്നുണ്ടെങ്കിലും ഫ്രണ്ടിലും ബാക്കിലും വയലറ്റ് കളർ തന്നെ ഉണ്ട് കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പം ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം കോട്ടയിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഇതൊക്കെ ഒരു കാലത്തും ഫാഷൻ പോവാതെ വർഷങ്ങളോളം എന്നും നിലനിൽക്കുന്ന ഒരു ഫാഷനാണ് ഈ കോട്ടയുടെ ഒക്കെ സെറ്റ്സ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് വയലറ്റ് കളറിൽ ഇതുപോലെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ. ഇതുപോലത്തെ വലിയ വലിയ ഒരു ഡിസൈനിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ക്രേപ്പിൽ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഫോർ സൈഡിൽ ഇതുപോലെ ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ റേറ്റ്, ഇതിന്റെ MRP 1985 ആണ് ഇതിന്റെ MRP വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് 1550 രൂപ. അപ്പൊ ഫസ്റ്റ് കോമ്പിനേഷൻ ഗ്രീൻ വിത്ത് വയലറ്റ്. ഇനി നമുക്ക് അടുത്ത സെറ്റ് കാണാം. ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് കളറും, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഉദിച്ചു നിൽക്കുന്ന ഓറഞ്ച് അല്ല, ലൈറ്റ് ഓറഞ്ച് ആണ്. പിന്നെ ഇതുപോലെ റാണി പിങ്കും ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറ്, നല്ല മുഖത്തിനൊക്കെ പ്രകാശം തരുന്ന ഒരു കളറാണ്. ഇതിലും ഇതുപോലെ തന്നെ ക്രോഷിയോന്റെ വർക്കാണ് അവിടെ ഇവിടെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിറേഴ്സും ഉണ്ട്. അപ്പോ ഇത് നമുക്ക് രണ്ട് തരത്തിലും വെക്കാം. ഒന്നുകിൽ ഈ ഓറഞ്ച് കളർ ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് പോലെ മുകളിലേക്ക് വെക്കാം, അതല്ലെങ്കിൽ താഴ്ഭാഗത്തേക്കും വെക്കാം. ഇനി ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട, ഈ ദുപ്പട്ടയൊക്കെ കണ്ടോതാ, ഇതുപോലെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. രണ്ടു വശത്തേക്ക് ഇടുന്നവർക്ക് അങ്ങനെ ഇടാനായിട്ട് നീളവും വീതിയുള്ള ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ടയിലും ഈ ടോപ്പുമ്മ ഉള്ളത് പോലത്തെ ആ ക്രോഷിയോന്റെ അതേ വർക്ക് തന്നെയാണ് ഈ ദുപ്പട്ടയിലും ഉള്ളത് കണ്ടോ. ഇതാ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ ക്രോഷിയോന്റെ വർക്ക് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മിറേഴ്സും സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1550. ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് ഗ്രേ ആണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും ആണ്, അതുപോലെ തന്നെ മെറ്റീരിയലും ആണ്. ഇതിലും ഫുൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്രോഷിയോന്റെ ഓരോ വർക്കാണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മിറേഴ്സും സ്കാറ്റർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ മഞ്ഞവശമാണ് താഴെ ദാമൻ പോർഷനിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഈ മഞ്ഞ വർക്ക് തന്നെ, മഞ്ഞ കളറും മഞ്ഞ വർക്കും ആണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെ പ്രിന്റ് ആയിട്ടുള്ള മഞ്ഞ നിറത്തിൽ തന്നെയുള്ള കോട്ടണിൽ വരുന്ന ഒരു ബോട്ടാണ്. ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് നല്ലതുപോലെ ഒതുങ്ങിക്കിടക്കുന്ന, ഡബിൾ സൈഡില് രണ്ട് വശത്തേക്കും ഇടണം എന്ന് പറയുന്നവർക്ക് അങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ഷോളാണ്. ഇതുപോലെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതുപോലെ വരും ഇതിന്റെ വ്യൂ. ഇതിലും ദുപ്പട്ടയിൽ ഇതുപോലെ ക്രോഷിയോന്റെ വർക്കും സ്മോൾ മിറേഴ്സും ആണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1550. ഷെയ്ഡ് നോക്കുക, എന്തൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡും വിത്ത് ചോക്ലേറ്റ്, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതിലും ക്രോഷിയോന്റെ വർക്കും സ്മോൾ മിറേഴ്സും ആണ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ബോട്ടം പർപ്പിൾ കളറിൽ ഇതുപോലെ പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടമാണ്, കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം. ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ക്രേപ്പിൽ വന്നിരിക്കുന്ന 4 സൈഡിലും ഇതുപോലെ ഒരു ചെറിയ ലേസ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കണ്ടോ. ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു കാലത്തും ഫാഷൻ പോവാത്ത ഒരു മെറ്റീരിയൽ ആണിത്. ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 1550.
ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലൂ വിത്ത് യെല്ലോ. ഇതും അതെ, നമുക്ക് ഈ യെല്ലോ ഭാഗം മുകളിലേക്ക് വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രകാശം തരുന്ന ഒരു കളറാണ്. ഈ യെല്ലോന്റെ കുറച്ച് ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് യെല്ലോയില് ഇതുപോലെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്ലൂ വിത്ത് യെല്ലോ വിത്ത് 4 സൈഡ് ഒരു ലേസ് കൂടി വന്നിട്ട് ക്രോഷ്യോന്റെ വർക്ക് കൂടിയുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതാ കണ്ടോ. അപ്പൊ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലുകൾ നല്ല നല്ല കോട്ടയിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ, നമുക്ക് ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഇതൊന്നും പെട്ടെന്ന് അങ്ങനെ കേടുവന്ന് പോകുന്നതല്ല, വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ഒരു കാലത്തും ഫാഷൻ പോവാത്തതുമാണ്. അപ്പോൾ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലുകളുടെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 1550. അപ്പൊ ഇന്ന് ഈ കാണിച്ച മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.